ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തെ റെക്കോർഡ് ചെയ്യുക. നമ്മുടെ ഫാക്ടറി എല്ലാ വർഷവും ഏകദേശം 3 ടൺ കറുപ്പ് പ്രവർത്തിക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൽ മാത്രം ഏകദേശം കണക്ക് വെച്ച് നോക്കിയാൽ 10-12 ടൺ കറുപ്പ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ എടുക്കും. എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗാന്ധിയുടെ കീഴിലുള്ള ഗുലാബ് ക്യാമ്പ്, പിന്നെ മണലകളിൽ നബീലിന്റെ കീഴിലെ എയർപോർട്ട് ക്യാമ്പ്, പിന്നെ സാർ ഈ പ്രദേശത്തെ ഭൂരിഭാഗം കർഷകരും ഈ 2 ക്യാമ്പസിന്റെ കൺട്രോളർക്കാം അവർ ഈ ക്യാമ്പസ് വഴി കറുപ്പ് വന്നത്. കിലോയ്ക്ക് 60 രൂപയ്ക്കാണ് സർക്കാർ കർഷകർക്ക് കറുപ്പ് വന്നത്. ഇവരെ കിലോയ്ക്ക് 10,000 മുതൽ 15,000 രൂപ കൊടുക്കും. നിങ്ങളാണ് അവിടെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യും? അപ്പൊ ഈ 2-3 ടണ്ണിങ്ങനെ സർക്കാരിലേക്ക് എത്തുന്നത് അതിനൊക്കെ നിയമത്തിന്റെ കണക്ക് പൊടിയിടാൻ വേണ്ടിയാണ്. കാരണം സർക്കാരിനെ ചെറുകിട കർഷകർ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ഗാന്ധിയെ പോലുള്ളത് ആ കർഷകർക്ക് തുറന്നു പോകില്ല. അത് സർക്കാരിന്റെ സ്ഥലത്ത് ഗുലാബേജ് വീഴാതിരിക്കുകയാണ്. പിന്നെയുള്ള വൻകിട കർഷകരുടെ കാര്യം അപ്പോൾ മാഫിയെ കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ശരി, ഇയാളുടെ അന്തരീക്ഷം ശരിയാ. ചേട്ടാ, അതെ ഈ പറയുന്ന ഉമ്മയും ഈ ചുംബനം അങ്ങനെ ഒന്നുമില്ല. അത് കല്യാണത്തിന് മുമ്പ് ഇഷ്ടം വളരെ പവിത്രമായിട്ട് ശുദ്ധമായിട്ട് എന്നുള്ള സ്നേഹം അവനെ സ്വഭാവം പിടിക്കാനുള്ള സ്നേഹമല്ല. ഓ അവിടെ കൈ മുറി ചില അതെ, അന്ന് നീ എന്റെ കടകളൊക്കെ നിരക്കുന്നവരോട് പറയണമെന്ന് പറഞ്ഞില്ലേ? എന്തത് അത് മറന്നുപോയി. ഇനി പറയേണ്ടി വന്നാൽ തന്നെ നല്ലൂടെ ഞാൻ പറഞ്ഞില്ല. ഇന്നു മുതൽ താനെന്റെ തത്വം കർഷകന് ഉപകാരം ചെയ്തു കൊടുക്കാൻ മാത്രമല്ല ആവുന്നില്ല. നല്ല പാട്ട് അർത്ഥമൊന്നും എനിക്ക് തിരിച്ചു രീതിയിലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഞാനല്ല എഴുതിയത്. എനിക്കത് ഇംഗ്ലീഷിൽ പറയുന്നത് പറയുന്നത് അതെന്റെ ഒരു കുതിരമില്ലേ സുനിൽ, അതിന്റെ പരിചയക്കാരന് എഴുത്തറിയുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പോ ഞാൻ ആ പരിചയക്കാരന് അത് ഞാൻ എഴുതാൻ വേണ്ടി പൈസ അതല്ല. സത്യത്തിൽ ആ എഴുതുന്ന ചെറുക്കൻ ഇംഗ്ലീഷിൽ ഒരുപാട് അറിവുള്ളതാണ്. പക്ഷെ അവനെ ആ സുഹൃത്തില്ലേ, അവനൊരു പരമ തെറ്റിയാണ്. അവൻ ഈ ലെറ്റർ എനിക്ക് തരാതെ വേറൊരു ലെറ്റർ എഴുതി എന്റെ കയ്യിൽ ലേഖയ്ക്ക് തരാനേ. ഇതാ ഞാൻ ലേഖയ്ക്ക് തരാറുണ്ട് ശരിക്കുള്ള ലെറ്റർ. ഒന്ന് വായിച്ചോ. ഇതിന് നല്ല മണമുണ്ടത്. ഒന്ന് മണത്ത് വയ്ക്കും. സുഗന്ധമുണ്ടല്ലോ. ഇംഗ്ലീഷിൽ എഴുതിക്കണമായിരുന്നു. ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കേണ്ട കാര്യം വരുന്നു. അല്ലേ? പ്രോബ്ലം മറ്റൊന്നാണ്. ഇപ്പൊ നീ ഇത് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ വ്യത്യാസം കിട്ടുമ്പോൾ
എന്റെ ജീവിതം വളരെ സിമ്പിളാണ്. ഒരു കടയുണ്ട്, വളരെ അനുസരിച്ചുള്ള ജീവിതം. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. എന്റെ ആഗ്രഹം ഞാൻ ചെലവാക്കുന്ന അനുസരിച്ച് നമുക്ക് കൂടാമെന്നാണ്. എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നീ എനിക്ക് വളരെ ദേഷ്യം കാണിച്ചു പോകുന്നു. എന്റെ സ്വപ്നങ്ങളുടെ ഭാരമൊന്നും നിനക്ക് താങ്ങാനാണ്. ഞാൻ ചെക്ക് ചെയ്തത് നമസ്കാരം സാർ, അത് താങ്കൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു സാർ, പക്ഷെ നിങ്ങളുടെ ഫോൺ വിളിയൊന്നും കിട്ടില്ല. ലോഡ്ജിലുള്ള മാഡമിന്റെ നമ്പർ തന്നു തന്നിരുന്നു. സാർ അതൊക്കെ വിട സാർ, താങ്കൾ ഒരാൾക്ക് കാണണം, ഇമ്പോർട്ടൻ്റാണ്. താങ്കൾ നാളെ ബുക്ക് ചെയ്തെങ്കിൽ ഞാനൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്തേ. പക്ഷേ ഞാൻ താങ്കളുടെ വീട്ടിൽ പോയിരുന്നു. മാഡം ഉണ്ടായിരുന്ന വീട്ടിൽ വളരെ നല്ലൊരു ലേഡി, മോളുടെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ഫാമിലിയാണ് സാർ നിങ്ങളുടെ. അതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ തുറന്നു പോയി എന്തൊക്കെ ഫോട്ടോസ് ആയിരുന്നു സാർ. ഞാൻ താങ്കളുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് സാർ. ഇനി അത് മാഡം കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ സാർ സമയം വളരെ കുറവാണ് സാർ. ചേച്ചി ഇതല്ലേ ചായ ഉണ്ടല്ലോ ചേച്ചി. ചേച്ചി എനിക്ക് നിങ്ങളെക്കാൾ ലെറ്റേഴ്സ് വരാനുണ്ട്. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം സാർ. നിങ്ങൾ മറക്കുന്ന പോലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാം. ഞാനൊന്നും മറക്കുന്നില്ല. You're smooth but not that smooth. ഞാൻ മൂന്നാമത് പറഞ്ഞില്ലല്ലോ. അത് കൂടെ സർപ്രൈസ് ആണല്ലോ. അതുകൂടെ ചോദ്യം വയ്ക്കാം. വണ്ടി പിന്നെ കയറായി. ഇല്ല. ഇപ്പോ ഞാനൊരു വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. നിനക്ക് വിഷമം തോന്നിയെങ്കിൽ വേണ്ട വേണ്ട, എന്തിനും ചോദിക്കാൻ. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ലേഖന സ്വപ്നങ്ങൾ വലുതാണ്. എന്റെ